ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെന്തായി നാട് വിടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. വയനാടേക്ക് പോവാണ് അല്ലേ അല്ലേ? അതെ, നാട്ടിലെന്നിട്ട് ഓണം പിടിക്കുന്നില്ല. നാട് വിടാൻ തീരുമാനിച്ചത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് വയനാടേക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? ഇരിട്ടിയിലെത്തിയിട്ടുണ്ട്. ഇരിട്ടിയിൽ 10 മിനിറ്റുടെ വെയിറ്റിംഗ് ഉണ്ട്. വയറ് വല്ലാണ്ട് വിശക്കുന്നുണ്ട്. നല്ല വിശപ്പ്. ഇനിയിപ്പോ ചുരം കയറാൻ പോവല്ലേ, നമുക്ക് എന്തെങ്കിലും തിന്നാന്ന് വിചാരിച്ച്. ഇവിടെ തന്നെ കടയിലുണ്ട്. നമ്മള് ബസ് നല്ല അടിപൊളി യാത്ര. അതല്ല കോമഡി, നമ്മ ഇരുന്നത് ബാക്കിലേനു. അതുകൊണ്ട് തന്നെ ആടി ഒലനിട്ട് ഉറങ്ങാൻ കഴിയണ്ടേ. എന്താ വാങ്ങാ നമ്മൾ എന്തെങ്കിലും വാങ്ങട്ടെ. അപ്പം ഗൈസ് ബസ് എടുക്കാൻ പോവാണ്. ചോക്ലേറ്റ് എന്തിനാ വാങ്ങി അറിയോ നിങ്ങള്? രാഹുൽ ഗാന്ധി ഭാരത് ജോഡോയിൽ നടക്കുമ്പോൾ ചോക്ലേറ്റ് ആവുന്നത് തന്നെ. അപ്പൊ നല്ല എനർജി കിട്ടുമ്പോൾ ക്ഷീണം ഉണ്ടാവില്ല. ഗായ്സ്, അങ്ങനെ നമ്മള് മാനന്തവാടി നമ്മൾ ബാഗും സ്നാപ്പിലെല്ലാം എടുക്കട്ടെ. നമുക്കൊരു PA ആവശ്യമുണ്ട്. ഇതാ എല്ലാം നമ്മൾ തന്നെ ചെയ്യുന്ന സെലിബ്രിറ്റികളായ നമ്മൾ കഷ്ടം. നമ്മള് PA ഹയർ ചെയ്യുന്നുണ്ട്. എന്താണ് മിനിമം ക്വാളിഫിക്കേഷൻ എന്താ വേണ്ടേ? 2 ബാഗ് പിടിക്കുക. ബാഗ് വിട്ട് നമ്മൾ പിടിച്ചോളൂ. വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ വീഡിയോ ഇങ്ങനെ നമ്മൾ ഈ സ്റ്റാൻഡ് കഴിയുമ്പോൾ പിടിക്കാൻ വേണം. പിന്നെന്താ വേണ്ടടാ, നമ്മളെ പേഴ്സും കാര്യം. അങ്ങനെ നമ്മൾ മാനന്തവാടിയുടെ വൈത്താരകൾ ഒരു ഹോട്ടൽ തപ്പിയതാ. ഹോട്ടലിൽ ധനശ്രീ ഉണ്ട് അവിടെ. ആ ഹോട്ടൽ ധനശ്രീ ഇല്ല. ധനശ്രീക്ക് എന്ത് നോമ്പ്? വേറെ സീസൺ ടൈം അങ്ങനെ കിട്ടാക്കോ. ഹോട്ടൽ ഒയാസിസ് ഫാസ്റ്റ് ഫുഡ്. സെലിബ്രിറ്റി മുജു, യാതൊരുവിധ ജാടും ഇല്ലാതെ സെലിബ്രിറ്റി മുജു. വണ്ടി വ്ളോഗിന്റെ ഇടയിൽ മരണപ്പെട്ടു. ആ സെലിബ്രിറ്റി മുജുതാ ഒരു ജാടും ഇല്ലാണ്ട് കാല് നിലത്ത് ഊത്തി നടക്കുകയാണ് സെലിബ്രിറ്റി മുജു. അപ്പുറം വണ്ടി പച്ചക്കുയിൽ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ള. രാവിലെ ഒന്നും കഴിച്ചില്ല, ചിക്കൻ റോള് കഴിച്ചതിനോടുണ്ട്. നല്ലോണം വിശക്കുന്നു. അയ്യോ മറന്നുപോയി. കയ്യ കേട്ടെ. വീടില്ല, കയ്യ തരാം. കൈ കഴുകുന്ന സ്ഥലം ഇവിടെ ഇല്ല. കൈ കഴുകാം. ജലം അമൂല്യമാണ്, പാഴാക്കാനേ പാടില്ല. വയനാട് വന്നിട്ട് ഇപ്പൊ വെള്ളം നല്ല തണുപ്പുണ്ട്. ഞാനല്ലേ ഈ തണുപ്പ് നല്ലോണം എക്സ്പെക്ട് ചെയ്തിട്ടാ വന്നിന്. പക്ഷെ ആ ചുരം കയറുമ്പോൾ ഒടുക്കത്തെ ചൂട്. എന്നിട്ട് ഫുഡിയിലിട്ട് വന്നില്ല, മൊത്തം ഫ്ലോപ്പായി വെച്ചതാ. കുഴപ്പമില്ല, വെള്ളം കുറച്ച് തണുക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് നമ്മുടെ ഫുഡ് വന്ന് ഗ്യാസിന് പൈസ കൂടി ഉണ്ട്. ഇതേ ഉള്ളൂ, പൂരി മാത്രമേ ഉള്ളൂ. മീൻ കറിയും അഹമ്മദുൽ മുസ്തഫയും പൂരി പൊട്ടിക്കാൻ ആദ്യം ഒരു മുട്ടക്കറി പൊട്ടിക്കാൻ. മീനെല്ലാം നല്ല വലിയ മീൻ. പിന്നൊരു വശം പൊട്ടിക്കാൻ, മീൻ കറി മുക്കാൻ. അപ്പൊ ഇതിനും പോണോ? ഫുള്ളൊന്നുമല്ല, മഞ്ഞോണ്ടല്ല, മഞ്ഞോണ്ടാ വെള്ളം. അപ്പൊ കുന്നേറ്റ് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു. ഹോട്ടലിന്റെ പേര് എന്താ? അടിപൊളി ഫുഡ്. യുദ്ധം നമ്മൾ എങ്ങനെ ബാധിക്കും ഇപ്പൊ ഹോട്ടലിൽ കയറിയപ്പോ മനസ്സിലായ മക്കളെ. അതായത് പൊറോട്ട ഇല്ല, ഭൂരിയേ ഉള്ളൂ. കാരണം എന്താ പറയുക, ഗ്യാസ് ഇല്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഗ്യാസ് കിട്ടുന്നില്ല.
വരും പ്രശ്നങ്ങളൊക്കെ തീർന്നല്ലേ പറഞ്ഞ. എടാ നമുക്ക് ഇനി അടുത്തേക്ക് വേണ്ട, ഇനി നമുക്ക് ബത്തേരിയിലേക്കല്ലേ വേണ്ടേ? സുൽത്താൻ ബത്തേരിയിലേക്കാണ് പോകേണ്ടത്. Guys. അങ്ങനെ നമ്മൾ സുൽത്താൻ ബത്തേരി ബസ്സിൽ കയറി ഗായ്സ്. അഹമ്മദ് മുസ്തഫ ക്രിയേറ്റർ അഹമ്മദ് മുസ്തഫ വരും. 35 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് 35 കിലോമീറ്ററാ. അപ്പൊ നമ്മൾ പരവേഷ് കുമാർ ആവും സുൽത്താൻ ബത്തേരി എത്തുമ്പോഴേക്ക്. ഇത് മേലച്ചട ബാഗ് മേലച്ച. രാത്രി നാളത്തെ വ്ളോഗ് എല്ലാരും കണ്ടോ? വലിയ വലിയ പരിപാടികളിലാണ് നമ്മൾ പോകും. ഈ ബസ് നമുക്ക് എഴുതി തന്നു ഗൈസ്. ബസ്സിൽ വേറെ ആരുമില്ല, നമ്മളെ മുകളിലൊക്കെ ഉണ്ട്. KSRTC ആരുമില്ല, നമ്മ മാത്രമേ ഉള്ളൂ. നമുക്ക് എഴുതി തന്നത്. പിന്നെ നമ്മൾ സുൽത്താൻ ബത്തേരിയിലേക്കാണ് പോകുന്നത്. സുൽത്താൻ ബത്തേരി പോയിട്ട് അവിടെ കുറച്ച് സർപ്രൈസും പരിപാടികളെല്ലാം ഉണ്ട് അല്ലേ? ഇനി എല്ലാം പൊളിക്കല്ല നമുക്ക്. അല്ല, അവരോട് പറഞ്ഞല്ലേ, അവർക്ക് ഇപ്പം ത്വര വരണ്ടേ, ഫുൾ കാണണം കേട്ടാ. പിന്നെ ഇപ്പൊ നമ്മളുള്ളത് എന്താന്നറിയില്ല. അതായതില്ലേ സമയം 12 മണി ആയതുകൊണ്ട് നല്ല ചൂടുണ്ട്. നിങ്ങളെ നാട്ടിൽ ഇങ്ങനെ ചൂടുണ്ടാ? സൂര്യൻ മേലെ ഇങ്ങനെ താലേക്ക് അടിക്കുന്നു. സംഭവം എന്താവോ? ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വയനാട് വരുമ്പോ തണുപ്പുണ്ടാകുന്ന വെച്ചാ ഹുഡിയും വലിയ സെറ്റപ്പിന് ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇതുണ്ടോ? ഓക്കെ, ഞാൻ തണുത്ത് കെട്ടിടാൻ സാധനം കയറലുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. തണുപ്പ് മാത്രമില്ല. അല്ലാ, നമുക്ക് കാണാം ഗൈസ്. അങ്ങനെ നമ്മളെന്തായി സുൽത്താൻ ബത്തേരി എത്തി. എനർജി ഇല്ല, ഇറങ്ങി ചത്തു. കണ്ടേഷ് കുമാർ നമുക്കില്ല ഇനി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി കേക്ക് വാങ്ങാൻ ബേക്കറി തപ്പണതാ. ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ഗോൾഡൻ ബേക്കറി എന്നുള്ള ബേക്കറി കിട്ടിയിട്ടുണ്ട്. ചോദിച്ചു നോക്കാം ഇവിടെ കേക്കിനൊക്കെ എത്ര റേറ്റ് എന്ന് ചോദിച്ചു നോക്കാം. നല്ല കിടിലൻ ജമൈക്കൻ കേക്ക് ഉണ്ട് ഗൈസ്. 250, 550 ഗൈസ്. അങ്ങനെ കേക്കിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താക്കാം, നിസ്കരിച്ചിട്ട് വരാം. ബടു അങ്ങ് ദൂരെ ഒരു വിദൂരത്തൊരു പള്ളിയുണ്ട്, പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വരാം. ഈ വ്ളോഗുകാരന് ഏത് മതസ്ഥരാണെങ്കിലും അവരോടൊക്കെ നമുക്ക് തരാനുള്ള ഒരു അഡ്വൈസ്, നിങ്ങളുടെ മതം പറയുന്ന ആചാരം എന്താണ്, എവിടെയാണെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് അതെന്താക്കണം, ചെയ്യണം. യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റും അതിൽ പറ്റൂല. മുസ്ലിംസ് ആണെങ്കിൽ നിസ്കരിക്കുക, പിന്നെ ക്രൈസ്തവരാണെങ്കിൽ എന്താക്കുക, നിങ്ങളെ പള്ളിയിൽ പോവാ, ഹൈന്ദവരാണെങ്കിൽ അമ്പലത്തിൽ പോവാ. മതാചാരം കറക്റ്റ് നിർവഹിക്കണോടാ, എന്നാൽ അതിനൊരു സമാധാനം കിട്ടും. നമ്മളിപ്പോ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നിസ്കരിച്ചാ അത് മതിയല്ലേ, ഒരു സമാധാനം കിട്ടും. അതേ വേണ്ടിയോ. ഏത് പ്രശ്നത്തിലും നമുക്ക് എന്താക്കാം, ഫേസ് ചെയ്തിട്ടാണ്. പിന്നെ ഇന്നത്തെ നമ്മളെ സർപ്രൈസിന്റെ വിഷയം എന്താ അറിയോ? നമ്മൾ ചെറിയ കാലയളവ് കൊണ്ട് തന്നെ ചങ്ങായിട്ടുള്ള ഒരാളാണ് നമ്മളെ സിനാന്. നിങ്ങളൊക്കെ അറിയോ, മറ്റേ ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് ഒരു പ്രൊജക്റ്റ് ഉള്ള ആളാണ് സിനാന്. അപ്പൊ സിനാന നമ്മൾ ഓന്റെ നാട്ടിലേക്ക് ക്ഷണിച്ചതും പിന്നെ ഓന്റെ നാട്ടിലേക്ക് വന്നോന്നെല്ലാം പറഞ്ഞത്. അപ്പം കഴിഞ്ഞ പെരുന്നാൾ തലേന്ന് ഓന്റെ ബർത്ത്ഡേനു. നമ്മളത് അറിയില്ല, നമ്മള് പെരുന്നാളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളത് അറിയുന്നത്. അപ്പൊ പിന്നെ ലേറ്റ് ആയിട്ട് നമുക്ക് എന്താക്കാം, ഒരു കേക്ക് കട്ടിങ് എല്ലാം ചെക്കന് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത്. കൊറേ കാലത്ത് പരിചയമൊന്നുമില്ല ചെക്കൻ്റെ, ജസ്റ്റ് ഒരു കുറച്ച് മണിക്കൂറിൽ പരിചയപ്പെട്ട് ആകെ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ, അത്രേ ഉള്ളൂ. എന്തായാലും പള്ളിയിൽ പോയി നിസ്കരിച്ച് കേക്കും വാങ്ങിയിട്ട് ചെക്കനെ വിളിക്കാം ഗൈസ്. അങ്ങനെ നമ്മളെ പള്ളി കണ്ടെത്തിയിട്ടുണ്ട്. കാണുന്നതാണ് പള്ളി. നോക്കടാ, അതിന് നേരെ ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. അതിനെ ഇപ്പൊ കാണുന്നട്ടാ. ഇതൊരു മുസ്ലിം പള്ളി, ഇതൊരു ക്രൈസ്തവ പള്ളി. റിയൽ കേരള സ്റ്റോറി. നമ്മളെ കേരളം എന്തുകൊണ്ടും എന്താ അറിയോ, അടിപൊളിയാ. എന്താ, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്ന് അറിയിക്കുക. ആടാ, ആർക്കിടെക്ചർ സൂപ്പർ. ക്രിസ്ത്യൻസിന്റെ അല്ലേ? ഇതാ ഇവിടെ ഇങ്ങനെ ക്രിസ്ത്യൻ പള്ളി, തൊട്ട് മുമ്പിൽ തന്നെ മുസ്ലിം പള്ളി. മൂത്തെ നമുക്ക് എന്താക്കാം, റോഡിന്റെ അപ്പുറം കിടന്ന് നിസ്കരിച്ചിട്ട് ചെക്കന്റെ കേക്ക് മെല്ലെ നമുക്ക് എന്താക്കാം, കേക്ക് എടുത്ത് മെല്ലെ പോവാം. കിട്ടൂല, പേടിക്കണ്ട. ബേക്കറി, ഗോൾഡൻ ബേക്കറി. അപ്പം ചെക്കന് സർപ്രൈസ് കൊടുക്കാം. ഹോട്ടൽ, മറ്റേ ഹോട്ടലല്ലേ അമ്മ പറഞ്ഞത്,
ഹോട്ടൽ മെസ്റ്റ എന്താ നമ്മള് ഹോട്ടൽ ഗുസ്ത ആ ഗുസ്തന്റെ അവിടെ ഉണ്ടാവുന്ന പറഞ്ഞത്. ആ ഗുസ്തന്റെ അവിടെ നിൽക്കാം. ചെക്കൻ സർപ്രൈസ് ആവോ ഇതൊന്നും അറിയില്ല. പിന്നെന്താ ഒരു സന്തോഷം. ബർത്ത്ഡേ ആണെന്നുള്ളൊരു ഗസ്സാണ് കേട്ടോ. അഥവാ ബർത്ത്ഡേ അല്ലെങ്കിൽ നമ്മളെന്താക്കും വെറുതെ കേക്ക് മുറിക്കും. നമ്മൾ മുകേഷ് കുമാറാവും എന്താവും നമ്മളെല്ലാം ബർത്ത്ഡേ വരാനുണ്ട്. അഡ്വാൻസ് ബർത്ത്ഡേ ആയിട്ട് കേക്ക് മുറിക്കും. ജൂൺ 21. ആ ഇവന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇവന്റെ എന്റെ പേരും മാർച്ച് 3. അപ്പം നമുക്ക് എന്താക്കാം, ഹോട്ടൽ മസ്തേന്റെ അവിടെ അതാ അങ്ങ് കാണുന്ന ഹോട്ടൽ മസ്തിയില്ലേ ഓർത്തു ബേക്കാന്നല്ലേ കാണുന്നത്. ഇതാ ഒരു ജാടയും ഇല്ലാതെ ടൗണിലൂടെ 2 ബാഗും സഞ്ചിയെല്ലാം എടുത്ത് നടക്കുന്ന ഇൻഫ്ലുവൻസർ അഹമ്മദുൽ മുജ്തബനെ നോക്കൂ ഗായ്സ്. യാതൊരുവിധ ജാടയും ഇല്ലാതെ NH-ലൂടെ നടന്നു പോകുന്ന ഇൻഫ്ലുവൻസർ അഹമ്മദുൽ മുജ്തബ. അപ്പൊ എന്താ പോകുമ്പോ എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ അപ്പൊ ഗൈസ് നമ്മളെ ചെക്കനെ കിട്ടിയിട്ടുണ്ട്. വാ നമ്മളാ ഇരിക്കാം വിരിക്കാം സിനാൻ വണ്ടി. ഇതാ അങ്ങ് ദൂരതയിൽ നിൽക്കുന്നതാണ് നമ്മുടെ വഅലൈക്കും അസ്സലാം. ഇതാ വയനാടിന്റെ സെലിബ്രിറ്റീന്റെ പേര് നമ്മളെന്താക്കാ ഹോട്ടലിൽ കയറാണ്. അപ്പൊ നമുക്ക് നമ്മുടെ സാധനം എടുക്കാം. ആണെങ്കിലും ഹാപ്പി അപ്പൊ പാളിയിട്ടില്ല നമ്മളൊന്നും അറിയില്ലല്ലോ. ചെറിയ കേക്ക് നമ്മ ആദ്യം വലുതെല്ലാം പ്ലാൻ ചെയ്തു. പിന്നെ എന്റെ വീട്ടിൽ ആരും ഇല്ലല്ലോ, നമ്മളത് ക്യാൻസലാക്കി ഇവിടെ തന്നെ വേറെ കട്ട് ചെയ്തോ ബാക്കി എല്ലാവരും കൊടുക്കുകയും ചെയ്യും. ഞാൻ മുറിക്കുന്നുണ്ട് ഗായ്സ്. ഇതാ ചക്ക മുറിക്കാണ് ഗായ്സ്. മുറിച്ചെടുത്തോ കട്ടേ. അപ്പൊ നമുക്ക് എന്താക്കാം, ഇവിടുത്തെ സ്റ്റാഫിനെല്ലാം കൊടുക്കാം. സിനാന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഇവിടുത്തെ സ്റ്റാഫിനെല്ലാം കേക്ക്, ഫ്രീ കേക്ക് മുറിച്ചിട്ട് ഓരോ ആൾക്കാർ കൊടുത്തു വരും. നീ എന്നെ കൊടുത്തു പോയിട്ട് ലൈവ് തന്നെ. അപ്പൊ ഇതാ ഇവന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് എല്ലാ ആൾക്കാർക്കും ചെക്കൻ തന്നെ കേക്ക് കൊടുക്കാൻ പോവാണ്. ഇതാ നീ കൊടുക്കണ ബർത്ത്ഡേ കിട്ടോ കൊടുക്ക് ചെക്കന്റെ ബർത്ത്ഡേ. എടി ഇവന്റെ ബർത്ത്ഡേ ഏച്ചി കൊടുക്കടാ. ആ ഏച്ചി കൊടുക്ക്. കേക്ക് പോയിട്ട് കേക്ക്. അപ്പൊ മുജു എന്താ പറയാനുള്ളത്? നല്ല അടിപൊളിയായിട്ട് സർപ്രൈസ് കൊടുത്തു. അത് കിട്ടില്ലല്ലോ. എല്ലാ ആൾക്കാരും ഹാപ്പിയാണ്. ഹാപ്പി
അപ്പം സിനാൻ പറയൂ എന്താ പറയൂ? ഞാൻ തിരി എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ സംഭവം. ഞാൻ കുറച്ച് സംഭവം ലേറ്റ് ആയെങ്കിലും ഇങ്ങനെ കേക്ക് വാങ്ങി വരുന്നുള്ള ജന്മത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ മുജു എന്താ പറയുക? സർപ്രൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളെ വിഷയം. അപ്പൊ ശരി, ഇൻഷാ അല്ലാഹ് നമ്മ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളായിരിക്കും. ഓക്കെ, നമുക്കുള്ള ഫുഡ് വന്നിട്ട് നല്ല ബീഫ് ബിരിയാണി, വയനാടൻ സ്പെഷ്യൽ ബിരിയാണിയാണ്. നല്ല ക്വാണ്ടിറ്റിയും നല്ല സ്മെല്ലും ഉണ്ട്. നല്ല പീസ് ഉണ്ട്, കുറെ പീസ് ഉണ്ട്. കഴിക്കുന്നില്ല, തൈര് ഒഴിക്കട്ടെ ബ്രോ, കുറച്ച് തൈര്. എന്നിട്ട് അച്ചാറും ഇഷ്ടമല്ല. എന്നിട്ട് ചെറിയൊരു പീസ് വേണ്ട. ഇതൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇല്ല. സാധനം സെറ്റ്. അപ്പൊ ഞാനും തിന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അറിയിക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ എന്താക്കാണ്, ബസ്സിൽ നമ്മളെ മുതലാളി സിനാന്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. അഹമ്മദ് മുസ്തഫ എന്താണ് അവർ രണ്ടാളെന്തോ കായികപരമായും രാഷ്ട്രീയപരമായിട്ടുള്ള സംസാരങ്ങളാണ്. ഇവിടെ മൊത്തം കാടാണ് കേട്ടാ, മൊത്തം ഫോറസ്റ്റ് പോലുള്ള കാടാണ്, ഫോറസ്റ്റ് പോലുള്ള കാട്. ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ്. വിജനമായ ഒരു റോഡാണ് ഗൈസ്, വിജനമായ റോഡ്. എന്താടാ കോമഡി പറയടാ, കോമഡി എന്താടാ, കോമഡി എന്താടാ? അങ്ങനെ നമ്മൾ ഫൈനലി എത്തിയിരിക്കുന്നത് വയനാടിന്റെ സ്വന്തം സിനാന്റെ വീട്ടിലാണ്. സിനാന്റെ വീട്ടിലാണ്. ഇതാ ഇവിടെ നോക്കടാ, ഇവിടെ മുത്ത ചക്ക ഉണ്ട്, മാങ്ങ ഉണ്ട്. ഈ നമ്മളെ നാട്ടിൽ തിരക്കും എല്ലാം ഒഴിവാക്കിയിട്ട് ഇവിടെ ശാന്തിയുടെ മാർഗത്തിൽ വന്നിട്ടുള്ളത് നമ്മൾ. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിൽ ഇവിടെ എന്തെല്ലോ പരിപാടികളുണ്ട്. മറ്റേതല്ല റിച്ചു ബാൻഡ് ചാമ്പക്ക പാട്ടറിയോ? ഇവിടെ ഉണ്ടാ ആർ എക്സ് 100 ഉണ്ട്. ഓടിച്ചോ ഫ്രണ്ട് വന്നിക്ക് മൊത്തം പൊന്നിച്ച് ഗൈസ്. അപ്പം ഇവിടെ അങ്ങനെ പല ഐറ്റംസും ഉണ്ട്. അവിടെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റികൾ പറമുത്തയ്യോ, നീയല്ലേ പറഞ്ഞു. ഇവിടെ നമുക്കല്ലേ, നമുക്ക് നമ്മളൊരു ഹൈലൈറ്റ് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ഫ്രൂട്ട്സ് ആണോ വേണ്ടത് അതൊക്കെ ഇവിടെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അടക്കം ഒരുവിധം ഫ്രൂട്ട് എല്ലാം ഇവിടെ ഉണ്ട്. അവൻ പറമ്പിപ്പോ ഒരു മൊത്തം കട്ടുവന്നു ഗൈസ്, ഇൻഷാ അല്ലാ. ഇവിടെ എല്ലാം ചക്ക വേണോ? ആടാ ചക്ക നമ്മളെ എന്തിന്റെ, നമ്മളെ ഇതാണ് കേരളത്തിന്റെ ഔദ്യോഗിക ഇതാ കശുവണ്ടി. എന്നിണ്ടല്ല പല ഫ്രൂട്ട്സ് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. കാണാൻ പോകുന്നത് വെറൈറ്റി ഫ്രൂട്ട്സുകളാണ്. അതിന് നമുക്ക് കുറച്ചു നേരം വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കാം. വന്ന കാലം നിൽക്കരുത് എന്നൊക്കെ പറയില്ലേ പണ്ടത്തെ ആൾക്കാർ, അങ്ങനെ എന്തോ ഇല്ലേ? ഒരു കുഞ്ഞു പോരെയാണ് നമ്മളെ കൊട്ടാരാണ് ഗൈസ്. വാ, അത്രേ ഉള്ളൂ. യെസ്, നമുക്കങ്ങനെ ഇതിന്റെ ഉള്ളിൽ കയറാം. പറവാനിന്റെ വ്ളോഗ് ഇപ്പൊ ഫുൾ എൻ്റെ ടൈമല്ലേ ഉള്ളത്. ആഡംബര കാറ് ക്യാമറമാന്റെ ബാഗിലെടുത്ത് കൊണ്ടുവരുന്നു. അത് തണുത്തോളുണ്ടോ? കാറ് ബെൻസ്, മെർസിഡസ് ബെൻസ്. ഗൈസ്, ഇപ്പൊ സമാധാനം അറിയാം. സമാധാനം എന്നൊക്കെ ചെയ്താ പറയും. ഈ 2 വാക്ക് പറയും. 2 വാക്ക്. എല്ലാരും കമന്റിലൊന്ന് ചിരിച്ചു കൊടുക്ക. എല്ലാരും കമന്റ് ചിരിച്ചു കൊടുക്ക. പെരുന്നാൾ പെരുന്നാൾ പരിപാടി ഇതിന് 20 ഉറുപ്പിക ഉണ്ടോ? മാഷാഅല്ലാഹ്. ഈ പരിപാടി തുടങ്ങിയാലോ, ബിസിനസ് തുടങ്ങണം നമുക്ക്. ഇനി ഇവനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാലോ. ഇവൻ വലിയ ബിസിനസ്മാൻ. ഈ കാണുന്നൊന്നും നോക്കണ്ട. പറഞ്ഞു കൊടുക്ക് പറവാൻ ഇവനെ കുറിച്ച്. ഇവന് ഇരിക്കാം എന്ന് പറഞ്ഞിട്ട് വലിയ പരിപാടി. കോഴിക്കോട് വൺ ഓഫ് ദ ബെസ്റ്റ് വൈബ്, ബീച്ചിലെല്ലാം വൈബാക്കാൻ പറ്റിയ ഒരു പരിപാടി ഉണ്ട്. പിന്നെന്താ, കോഴിക്കോട് 2 ഹോസ്റ്റൽ ഉണ്ട് ഇവനക്ക് സ്വന്തമായിട്ട്.
ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. പുറത്തൊന്നും കാണിക്കൂല, സമ്പത്തൊന്നും പുറത്താണിക്കൂ, പുറത്ത് ഇങ്ങനെ പാവ ജീവിക്കൂ. ഇതാ ഇതാ വെള്ളം കുടിക്കുന്ന അഹമ്മദ് മുസ്തഫ സെലിബ്രിറ്റി, യാതൊരുവിധ ജാടിയില്ലാതെ വെള്ളം രാവിലെ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട് വെള്ളം കുടിച്ച എക്സ്പീരിയൻസ്? വെള്ളത്തിന്റെ രുചി ഉണ്ടല്ലോ അങ്ങനെ ശരിക്കാറിന് നോമ്പിനാണ് പച്ചവെള്ളത്തിന്റെ. അസ്സലാമു അലൈക്കും യാ ഗൈസ്. വലൈക്കുമുസ്സലാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ രാത്രിയായി മടങ്ങി എത്തിരിക്കുകയാണ്, സിനാന്റെ വീട്ടിലേക്ക് മടങ്ങി എത്തിരിക്കുകയാണ്. എവിടേക്കാളും ചായലും കുടിക്കാൻ പോയി. ആ സമയത്ത് വ്ളോഗ് എടുക്കാൻ അങ്ങനെയൊക്കില്ല, ഫോണിൽ ചാർജ് ഉണ്ടായിക്കില്ല. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, നാളെ രാവിലെ അതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെയും കൂട്ടി പോവും. കിട്ടില്ല എന്ന് സിനാൻ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ പോകുന്ന കണ്ടിക്കില്ല ഇതുവരെ. പിന്നെ ഒന്നുമില്ല, എന്തെങ്കിലും പറഞ്ഞു കൊടുത്തേക്ക്. അപ്പം ഇൻഷാ അല്ലാ നമുക്ക് ഫുഡ് കഴിക്കേണ്ട പരിപാടിയാണ് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടൗണിൽ പോയിട്ട് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങണം, ഞണ്ണണം ഇൻഷാ അല്ലാ. അങ്ങനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കാം, ജസ്റ്റ് ഒന്ന് ടൗണിൽ പോയിട്ട് വരാം. അതാ സെലിബ്രിറ്റി മുജിത്തബ ജാടിയില്ലാണ്ട് ഷൂ ഇടുന്നുണ്ട്. ഷൂ ഇടുന്നുണ്ട്, ജാടിയില്ലാണ്ട് ഷൂ ഇടുന്ന സെലിബ്രിറ്റി മുജിത്തബ. അതുപോലെ ഇതാ സെലിബ്രിറ്റി സിനാൻ. ഇവനക്ക് ഏറ്റവും കൂടുതൽ ഫേസ് വാല്യൂ ഇടാ. നമുക്ക് എന്താക്കാം, ഞണ്ണുള്ള എന്തെങ്കിലും സാധനം വാങ്ങിട്ട് വരാം. ഓക്കെ. സെലിബ്രിറ്റി മുജിത്തബ യാതൊരു ജാടയില്ലാണ്ട് പോകുന്നുണ്ട്. സെലിബ്രിറ്റി മുജിത്തബക്ക് എന്താ പറയാനുള്ളത്? അങ്ങനെ എന്തെങ്കിലും തോന്നാനുണ്ടോ നോക്കാം. സെലിബ്രിറ്റി സിനാൻ എന്താ പറയാനുള്ളത്? ഐ എം നോട്ട് സെലിബ്രിറ്റി. ഓക്കെ. ഏറ്റവും വേണ്ടത് കടകളൊക്കെ അടച്ചിരിക്കുന്ന സന്തോഷമായ വാർത്തയാണ്. കടകളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്താക്കാം, രാത്രി കാലം നോമ്പെടുക്കാം. വേണം നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് അടുത്ത പലായനം ചെയ്യാം. അതന്നെ അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് എന്താക്കാം, പോവാം. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മള് തപ്പി അവസാനം ഒരു ഷോപ്പിലേക്ക് എത്തിക്കണ്ട്. പച്ചക്കറിക്ക് നോക്കൂ. പച്ചക്കറി സെലിബ്രിറ്റി പഴത്തെ ചാരി നിൽക്കുന്നു. ഫ്രണ്ട്സിനോട് എന്താ പറയാനുള്ളത്? ഒന്നും പറയാം, സന്തോഷം എന്തേലും പറ. ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഓ ഓക്കെ. പിന്നെ അടിപൊളിയായിട്ട് പോകുന്നു. ചേട്ടന്റെ പേരെന്താ? എന്റെ പേര് റോയിന്ന. ഓക്കെ. ബാക്കിയുള്ള ആൾക്കാരൊക്കെ പരിചയപ്പെടാം. എന്തൊക്കെയാണ് നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് മനാഫ്. നിങ്ങളതോ? മുട്ട എന്റെ ഫേവറേറ്റ്, അപ്പൊ മുട്ട വാങ്ങുന്നുണ്ട്. മുട്ടയും നൂഡിൽസും. എന്തേലും മുട്ടായി വാങ്ങുന്ന വെറുതെ തിന്നോണ്ട്. എന്താ വേണ്ട മുത്തേ? മസാലക്കടല ഇതല്ലേ? മസാലക്കടലുണ്ട്, നിരക്കടലുണ്ട്, പച്ചക്കടലുണ്ട്. ഇതാ ലൈറ്റ് പൊട്ടിക്കുന്ന എല്ലാം എന്താ ഒന്നും അത് പൊട്ടിച്ചു നോക്കാം. എങ്ങനെയുണ്ട് ലൈസ്? സൂപ്പർ ഗൈസ്, ഇവരൊക്കെ നമ്മളെ ഫോളോവേഴ്സ് ആണ്. ഇവിടെ വന്നപ്പോ നമ്മളെ ഫോളോ ചെയ്തിട്ടാണ്. എല്ലാരും അടിപൊളിയാക്കണം, സപ്പോർട്ട് ചെയ്യണം. എന്താ പറയാനുള്ളത്? പറയൂ. ഒന്നും പറയാനില്ല, എല്ലാം നല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പറയണ്ട നമ്മളെ ഫോളോവേഴ്സിന്? ഇവിടെ നമ്മൾ എല്ലാരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇക്ക പറഞ്ഞ എല്ലാരും കേട്ടില്ല, എല്ലാരും നമ്മളെ സപ്പോർട്ട് ചെയ്യാം. സന്തോഷായിട്ടോ, വയനാട് നമ്മള് തൂക്കി. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങി സിനാന്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതാ കുക്ക് സിനാൻ. നാളെ ഇപ്പിനോട് എന്തൊക്കെയാണ് സെറ്റപ്പ് കാര്യം? ഗ്യാസ് സ്റ്റവ് കൊടുത്തുറ. ഇതല്ലേ ഗ്യാസ് സ്റ്റവ്? നല്ല ക്ഷാമം. ഹോട്ടലിൽ നിന്ന് ഫുഡില്ല. ഇതുണ്ട്, നല്ല മസാല കടലുണ്ട്. നല്ല മുട്ടയുണ്ട്. അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കാണിച്ചാൽ, ഒരുത്തനവിടെ വണ്ടടിച്ചിട്ട് സ്റ്റോറി ഇടുന്നുണ്ട്. അതിന്റെ കാണിച്ചാല ഇതാ ഒരുത്തൻ തള്ളി മറിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ വ്ളോഗ് എടുത്തോണ്ടിരിക്കില്ലേ, അപ്പൊ നമ്മളെ പേരിങ്ങനെ അടിച്ചോണ്ട് നമ്മ രണ്ടാളും അവര് ഓൾറെഡി നമ്മളെ ഫോളോ ചെയ്തിന്.
വല്ലാത്തൊരു താങ്ക് യു ഓൾ ഗൈസ്, താങ്ക് യു. അപ്പൊ ബാബാ എന്റെ കാല് ശ്രദ്ധിക്കാം മുത്തേ, കാല് നോക്കോ, ആ ഡോർ ജസ്റ്റ് ആയിക്കോ. മസാല കടല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയാൾ ഫസ്റ്റത്തെ വീഡിയോ കണ്ടപ്പോ തന്നെ പറഞ്ഞില്ലേ, വീഡിയോ കണ്ടിട്ട് ഞാൻ ഫോളോ ചെയ്തു. അപ്പൊ നമ്മള് നൂഡിൽസിലേക്കുള്ള പാത്രം തന്നെയാണ് സിനാൻ. സുണാപ്ലിക്കേഷൻ കൊടുത്തു, തോക്കൊടുത്തു. ഈ സാധനം വയനാട് തന്നെയാണുള്ളത്. നമ്മൾ അണ്ണ കുക്ക് നല്ല തിരക്കിലാണ് ഗൈസ്. ഞാൻ അടുക്കളയിലേക്ക് വന്നേളത്, ഞാൻ ബാ. ചക്കനൊറ്റ കഷ്ടപ്പെടുത്തല, നീ കഷ്ടപ്പെടും. എന്താ പറയാനുള്ള പറയോ ബ്ലോഗിലുള്ള ബ്ലോഗ് തന്നെ പിന്നെന്തും. ഓഫാക്കിട്ടേ അങ്ങനെ വെള്ളം ഒഴിച്ചിനെ നൂഡിൽസിന് വേണ്ട വെള്ളം ഒഴിച്ചിന്. ബ്ലോഗ് എടുത്തോണ്ടിരിക്കുക. പിന്നെ ഞാൻ ഇൻഷാല്ല നാളെ ഇറങ്ങുള്ളൂ. നാളെ പോയി ഒരു ക്യൂബ് എക്സ്ട്രാ ഉണ്ട് ഞാൻ തോന്നുന്നു. ആ അവൻ എന്താന്ന് മറ്റേ ഓഹരി വെക്കുന്നവൻ നരകത്തിലാൾ ഇവൻ എന്തെല്ലോ സ്പെഷ്യലായിട്ട് എന്തെല്ലോ ഇട്ടിട്ട് നോക്കി. വെള്ളത്തിന്റെ കളറെല്ലാം ഫുള്ള് മാറി. സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നു. സ്പെഷ്യൽ എന്തെല്ലോ നീ കോഴിക്കോട് അവിടെ ഹോസ്റ്റലിക്കല അതെ പഞ്ചസാര ഇടും ഇതില്, പഞ്ചസാര ഇടൂല്ലോ. അപ്പൊ ബാക്കി എല്ലാ സാധനവും ഇട്ടിട്ട് ഇതാ കൊറേ എണ്ണം എന്തെല്ലോ പൊട്ടിച്ചിട്ട്. സഹൃദയ സുഹൃത്തുക്കളെ, നമ്മളെ അതിഥി വരുമ്പോ നൂഡിൽസിൽ ഒരു കുറവും വരുത്തരുത്. ഏറ്റവും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സാധനം നൂഡിൽസ്. നമ്മളെ മെയിൻ മെനു ആണ് നമ്മൾ ഇതിനകത്ത് കിട്ടാൻ പോകുന്നത്. നൂഡിൽസ് ആവുള്ളൂ എന്നാണ് പറയണേ. അതായത് ഇത് ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂഡിൽസ് തിന്നില്ല എന്നും ചില ആളുകൾ പറയുന്നത് കേൾക്കാറുണ്ട്. ഒരു പുതിയ അറിവായിരുന്നു. ഇങ്ങനെ ഇടുക, സാവധാനം മെല്ലെ ഇടാൻ പാടുള്ളൂ അല്ലേ? അതെ, വേദനിപ്പിക്കാത്ത വിധം ഇടുക. ബാക്കിയുള്ളത് ഇങ്ങനെ പൊട്ടി കൊടുക്കണം. ഓക്കെ ഇതൊക്കെ ഒരു പുതിയ അറിവാണ്. ഇത് ഇളക്കണം. ഇത് നമ്മളിങ്ങനെ ഓവർ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഓവർ ഇളക്കി കൊടുത്താൽ ഇത് പൊട്ടിപ്പോവും. അപ്പൊ നമുക്കിങ്ങനെ ഇങ്ങനെ വലിച്ചെടുക്കുന്ന സാധനം, ഇങ്ങനെ വലിക്കുന്ന സാധനം അത് കിട്ടൂല. സെലിബ്രിറ്റി ഹലോ, ഇവിടെ നിന്ന് പണിയെടുക്കാൻ നമുക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ഇളക്കാൻ പാടുള്ളൂ. ബാക്കി ഇനി അടുത്തത് ഒരു കുക്കർ എടുക്കുക, ഇങ്ങനെ വെള്ളത്തിൽ കഴുകുക. എന്നിട്ടോ ഈ കുക്കറിൽ നമ്മള് ഒരു ഹാഫ് വെള്ളം എടുക്കാം. എന്നിട്ട് ബാക്കി ഞാൻ കാണിച്ചു തരാം. ബാക്കി മൂപ്പര് കാണിച്ചു തരുന്ന പറയുന്നത്. അപ്പൊ നോക്കാം നമുക്ക് ഇപ്പൊ എന്താ കാണിച്ചു തരുന്ന നോക്കാം നമുക്ക്. ഹാഫ് വെള്ളം എടുത്തിട്ട് അത് നേരെ നമുക്ക് അടുത്ത അടുപ്പിലേക്ക് വെക്കാം. അടുത്ത ഈ ഒരു അടുപ്പിലേക്ക് ഈ ഹാഫില് വെള്ളമുള്ള കുക്കർ വെക്കണം. കാണിക്കണ്ട. കത്തിച്ച് അപ്പൊ കത്തി വെക്കു കുക്കർ വെച്ച് ദെൻ നമ്മളെ ഇനിയാണ് അഹമ്മദുൽ മുജ്തബാന്റെ സ്പെഷ്യൽ മുട്ട. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. മുട്ടയിൽ ഈ വെള്ളം ഇടുമ്പോ ഇതിനകത്ത് നമ്മള് ഉപ്പിടുവോ? ഇടൂലേ? അതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് മുട്ട പൊങ്ങിയത് ഇഷ്ടമല്ല. അപ്പം നമുക്ക് രണ്ടെണ്ണം പൊങ്ങിക്കും. ഇങ്ങനെ മുട്ട കിട്ടോ. മുട്ടയിലേക്ക് ഉപ്പ് ഉപ്പിന്റെ പാത്രം കാണുന്നില്ല. കിട്ടി
കടവരി ആ എത്രയാണ് ഉപ്പിടണേ? ഇത്ര ഇട്ടാ മതിയോ? മതി മതി. നിങ്ങൾ പറയണം. തിന്നാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ അത് അറിയിക്കുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ മുട്ട ഇതാവണ്ടേ? അങ്ങനെ സാഹസികമായിട്ട് മുട്ട ഇതാക്കുന്നുണ്ട്. എടാ അടുപ്പിലേക്ക് വെള്ളം പറയുന്നോ സുക്കൂറേ. അപ്പൊ എന്താക്കാം, മുട്ട പൊയ്യിച്ച് നമുക്ക് വരാം. എന്തായി നമ്മളെ നൂഡിൽസ് സെറ്റ് ആയിക്കണ്. ഇരിക്കാം സിനാന്റെ സ്പെഷ്യൽ നൂഡിൽസ് സ്പെഷ്യൽ. ഓ എന്റെ മുത്ത് നോക്കിയാ ആ പുക പോകുന്ന നോക്കിയേ. ഓ ഇവനെന്ത് പൊട്ടത്തരാ. മുട്ട എന്താ? മുട്ട മുങ്ങതില്ല. നിങ്ങൾക്ക് മുങ്ങിയിട്ടില്ലടാ മുട്ടയാ? ഇങ്ങനത്തെ ഇനി മുട്ടയില്ല. കമന്റിൽ ആരൊക്കെ പറയണേ ഇതെന്ത് സംഭവം? എന്താ മുട്ട ഇങ്ങനെ പൊങ്ങിയിട്ട്? അള്ളാക്കറിയാം. 1 ലിറ്റർ പാടുള്ളൂ. സംഗതിതാ ഈ സുന ആപ്ലിക്കേഷൻ തട്ടാണ്. ഓ വാ 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 ഓ പൊള്ളുന്നുണ്ട് എന്നുള്ളൊരു സത്യവാർത്തയാണ്. പക്ഷെ എന്നാലും ആറ്റിറ്റ്യൂഡ് കൂടെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇതാ കുക്ക് ഒരു പ്ലേറ്റിലേക്ക് തട്ടിയിരിക്കുകയാണ്. പ്ലേറ്റ് ഇതിന്റെ പോലെ നോക്കി ചട്ടീനെ പോലെ കത്തിപ്പീരാതെ. അങ്ങനെ നമ്മൾ റെഡി. ഞാൻ ആദ്യം തന്നു നോക്കാം. അപ്പോ എന്താ മറ്റേ സാധനല്ലേ? അപ്പൊ നമ്മളെ ഇന്നത്തെ പരിപാടി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല. അങ്ങനെ ജിയോന്റെ ഡയലോഗ്. ജിയോ വെച്ചാൽ ഡയലോഗ്. അപ്പൊ അവന്റെ ബെഡായി നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം. ശരിക്കും നൂഡിൽസിന്റെ ടേസ്റ്റ് അല്ലേ? അപ്പൊ ഷെഫിന് ആളെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു സാധനം തിന്നിട്ടും അടങ്ങാത്ത വിശപ്പുള്ള നമ്മൾ അടുത്ത ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഷെഫിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഷെഫ് അടുത്ത ഡിഷ് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. എന്തുണ്ടാക്കുന്നു ഷെഫ് പറയും? നമ്മളൊരു എല്ലാവരും ഉണ്ടാക്കുന്നതാണെങ്കിലും നമ്മളാൽ കഴിയുന്ന കുറച്ച് വെറൈറ്റി കൊണ്ടുവന്ന് നമുക്കൊരു സാധനം. അപ്പൊ നമുക്ക് അവൻ കൂടി തിന്നണം അല്ലേ? ഫർവാനിലും മെല്ലിട്ടാണെങ്കിലും എന്ത് ഫുഡ് അടി. ഉള്ളിയുണ്ട് ഉള്ളി പണ്ടോനെ ഉള്ളിയല്ലേ ഇവനക്ക് അറിയുന്നത് തിന്നാൻ ഉണ്ടാക്കുന്നില്ല. സ്കൂളിൽ പോകാണ്ടൊക്കെ വേണ്ട തൊക്കിന്റെ അടിയിലുള്ള പറ്റിയാണ്. അത് ഈ ഉള്ളില്ലടാ, വെളുത്തുള്ളി അല്ലടാ. വെല്ലുള്ളി പരിചില്ലാത്ത കളി ചെറിയ ഉള്ളി വെക്കരു വെളുത്തുള്ളി അതുകൊണ്ടാണ് പഠിക്കാതിരുന്നത്. അല്ല പനിക്കലുണ്ട്. ജമൈക്കുമ്പോ എനിക്ക് ഗ്ലൂക്കോസ് എല്ലാം അടിച്ച് കടക്കലും. കുക്കിങ്ങിൻ്റെ എൻ്റെ മാരകമായിട്ടൊരു ഗാനം ഞാൻ നിങ്ങൾക്ക് പാടിത്തരാം. ഓക്കെ സോറി, പാട്ട് ഞാൻ പിന്നെ പാടിത്തരാം. എനിക്ക് വീഡിയോ എടുക്കണം പോലും. വീഡിയോ ഒന്നും വേണ്ടേ? അത് ഇളക്കുന്ന വീഡിയോ എടുക്കാൻ ഞാൻ വിളിച്ചിന്. ഫ്ലാഷ് എല്ലാം ഇട്ട് എടുക്കണ കാണുന്നില്ല. കാണുന്നുണ്ട്. കാണുന്നുണ്ടാ? ഇങ്ങനെ ഉള്ളി ഇളക്കണം ഗൈസ്. നേരത്തെ പകുതി പാടിയിട്ട് നിർത്തി വെച്ച ഗാനം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പാടിത്തരാം. പാത്ത് കാണന്ത അറിയില്ല. ഇപ്പോഴും എനിക്ക് കണക്കൂല. നമുക്ക് ഇങ്ങനെ ബളബള വർത്താനം പറയാൻ നടക്കും. പക്ഷെ എന്നാലും നമുക്ക് പാടാനും കഴിയല്ലേ? വൈവേഷ് കുമാർ വയനാട് വ്ലോഗ് പാർട്ട് 2 വരുന്നുണ്ട് ഇൻഷാ അല്ലാ. അത് ഓൾറെഡി ഉണ്ടല്ലേ ഇതിന്റെ പാർട്ട് 2. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം. നിങ്ങളുടെ പിന്തുണയാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. അതെ, കമന്റ് ചെയ്യൂ. ഓക്കെ സ്റ്റാർട്ട്. കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പൊ നമുക്ക് നുസ്രത്ത് സ്റ്റൈൽ ഉപ്പ് വെത്തണം. നുസ്രത്ത് സ്റ്റൈൽ ഉപ്പ് വെത്തലാണ് ഇപ്പൊ കാണാൻ പോകുന്നത്. നുസ്രത്തിന് അറിയോ? നുസ്രത്ത് ഖാന്റെ പല ആംഗിളും നിങ്ങൾ ഇങ്ങനെ ഫോൺ അങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് കണ്ടോ? അങ്ങനെ ക്യാമറ പോകുന്നത്.
എന്താ പാട്ട് പാടുന്നത് ദീപകടെ BGM ഇറക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ മുത്ത സിനാനാക്കൊണ്ട് പറയുന്നില്ല താരം പൊടി സൗകര്യം കിട്ടുമ്പോ കണ്ടോട്ടെ വീഡിയോ ഫുള്ള്. ഒരു കൊല്ലെടുത്തിട്ടാ 2 കൊല്ലെടുത്തിട്ടാടെ കണ്ടോ ഒരു പ്രശ്നമില്ല കണ്ടു തീർത്താ മതി. തീർത്താ മതി. ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് കാണാണ്ടെന്നാ മുത്തേ വിഷമാവും. മതി ഇക്കപ്പീരാന്ന് പറഞ്ഞ തീറ്റ 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 വേണ്ട മതിയാ. മന്ന 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 ബൾബുകൾ മിന്ന 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 കത്തുമ്പോൾ പൈപ്പിന്ന് വെള്ളം തരും ഞങ്ങളോ ഞാൻ നോക്കണേ. അപ്പൊ ഗൈസ് നമ്മളെന്താക്കാണ് ഇന്നത്തെ മനോഹരമായിട്ടുള്ള ദിവസം ലെങ്തി ആയിട്ടുള്ള ഈ വ്ളോഗ് എൻഡ് ചെയ്യണേ. എന്റെയാണ്. സോ ഇൻഷാല്ലാ ഇതിന്റെ കണ്ടിന്യൂസ് നാളെ രാവിലെ മുതലുള്ളത് ഇൻഷാല്ലാ നമുക്ക് കാണാം. സോ അതുവരേക്കും പറയുന്നതിന് മുമ്പ് ഇതാ ഇന്നത്തെ വ്ളോഗ് കൊണ്ടുപോയി ചെക്കൻ കോഴിക്കോടിന്റെ തുടർന്നുള്ള അങ്ങോട്ടുള്ള വ്ളോഗില് ഇവരെ പുറകെ നടന്ന് ഞാനും ഉണ്ടാവും. അപ്പൊ എന്താക്കാം എല്ലാരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ ശരി ഇൻഷാല്ലാ ബൈ ബൈ.